ദൃശ്യാനുഭവം കേട്ടോ എന്ന് വെച്ചാൽ ഞാനത് ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു സൂക്ഷ്മദർശി ഞാൻ വിചാരിച്ച ബേസിലിൻ്റെയും നസ്രിയുടെയൊക്കെ ഒരു തമാശ ബഹളമൊക്കെ ആയിരുന്നു ഓർത്ത് വന്ന പടമാണ്. ഇത്രയും ത്രില്ലിംഗ് ആണെന്ന് വിചാരിച്ചില്ല. പടം വേറെ ലെവലാണ്. വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ നസ്രി കയറി തകർക്കുവാണ്. ഞാൻ പറഞ്ഞ ദൃശ്യം കണ്ടൊരു എഫക്റ്റാണ് ഇപ്പം തോന്നിയത്. നമുക്ക് മലയാളികൾക്ക് ദൃശ്യം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ത്രില്ലിംഗ് നമുക്ക് പുതിയ അനുഭവം തന്ന പടമാണ്. അതുപോലെ തന്നെ നമുക്കൊരു അനുഭവമാണ് ഇതിനകത്തൂടെ തരുന്നത്. ദൃശ്യത്തിൻ്റെ ഒരു വേറൊരു മേക്കിംഗ്, ജിത്തുവിൻ്റെ ഒക്കെ ഒരു ലെവലാണ് പടം പോയിരിക്കുന്നത്. പഠിച്ച് ചെയ്തേക്കുന്ന സംവിധായകൻ പടം കലക്കി. നസ്രിയ ആദ്യം മുതൽ അവസാനം വരെ വിളയാടുവാണ് പടം. നസ്രിയയുടെ ഒരു എൻ്റെ ബേസിൽ നമുക്ക് സ്ഥിര ശൈലി കണ്ടതാണല്ലോ. ബേസിൽ സ്റ്റൈൽ മാറ്റിയത് നന്നായി. ബേസിൽ നസ്രിയയുടെ പടം 100% നസ്രിയ പടം കേട്ടോ. സൂപ്പർ മേക്കിങ്. ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ദൃശ്യം കണ്ടൊരു എഫക്റ്റാണ് ഇതിനകത്ത് കിട്ടാൻ പോകുന്നത്. മസ്റ്റ് വാച്ച് തിയേറ്റർ. കടയിൽ നിന്നും പുറത്ത് വിട്ടേക്കത്, കഥ പുറത്ത് വിട്ടാൽ തീർന്നു. പേരല്ല, അത് ആദ്യം തന്നെ മനസ്സിലാവും. പക്ഷേ അതിഗംഭീരമാണ്. കാരണം സൂക്ഷ്മദർശിനി ആദ്യം നമ്മൾ ഇതിൻ്റെ പ്രൊമോഷൻസും ആ ഒരു പരിപാടിയൊക്കെ കണ്ടപ്പോൾ ബേസിൽ നസ്രിയ സാധാരണ ഒരു ഫാമിലി കോമഡി ഡ്രാമ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷേ കോമഡി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ്. അവസാനം വരെ ആ ഒരു മിസ്റ്ററി കീപ്പ് ചെയ്യുന്ന ഒരു രീതിയിലാണ്. കാരണം ഇതിൻ്റെ സ്പോയിലർ പുറത്തു പോയാൽ തന്നെ സിനിമയ്ക്ക് ഹാമാവുന്ന രീതിയിൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മിസ്റ്ററിയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്യാമറ വർക്കും അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, അത് കാസ്റ്റിൻ്റെ അതിഗംഭീര പെർഫോമൻസ്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ക്രിസ്റ്റോ സേവിയറിൻ്റെ BGM ആണ്. അതിനകത്ത് ചില സീനുകളിലൊക്കെ ഇങ്ങനെ ഒരു DTSൽ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ആ ഒരു ത്രില്ല് കൂട്ടുന്ന രീതിയിലുള്ള ക്രിസ്റ്റോയുടെ BGM എല്ലാം കൊണ്ടും ഒരു ഇൻ്റർനാഷണൽ ലെവൽ മേക്കിങ്ങിൽ ഗംഭീര പെർഫോമൻസോടുകൂടി ഒരു വേറിട്ട ഒരു മലയാള സിനിമ കണ്ട ഫീലാണ് സൂക്ഷ്മദർശിനി നൽകുന്നത്. നസ്രിയയുടെ അതിശക്തമായ ഒരു കംബാക്കാണ്. നസ്രിയ വളരെ ചൂസി ആയിട്ടാണ് ചെയ്യുന്നത്, കംബാക്ക് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ റോള് നസ്രിയ തിരഞ്ഞെടുത്ത് നന്നായി, വളരെ രസകരമായിട്ട് അതുപോലെ തന്നെ ബേസിലും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു മസ്റ്റ് വാച്ച് മിസ്റ്ററി ത്രില്ലറാണ്. കുഴപ്പമില്ലായിരുന്നു. ആസ് യൂഷ്വൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പെർഫോമൻസ് തന്നെയാണ് ബേസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പിന്നെ എന്താണ്, പുള്ളി ഒരു ഫാമിലി മാൻ എന്നുള്ള, അല്ലെങ്കിൽ ഫാമിലി നെക്സ്റ്റ് ഡോർ ബോയ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തെറ്റിച്ചുകൊണ്ടുള്ളൊരു പടമായിരുന്നു. കാരണം പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ ജെ ഹേ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ നിന്ന് വേണമെങ്കിൽ പറയാം പെർഫോമൻസ് ഇതിൻ്റെ. പിന്നെ നസ്രിയയുടെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു കംബാക്ക് തന്നെയായിരിക്കും ഈ പടത്തിലൂടെ. കാരണം പെർഫോമൻസ് ആണെങ്കിലും ഇവരുടെ രണ്ടുപേരുടെ ഒരു കോംബോ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ വർക്കൗട്ടുണ്ട്. പിന്നെ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ തകർത്ത് ഫണ്ണായിരുന്നു പോലെ അതുപോലെ തന്നെയായിരുന്നു. ഇതൊരു ഫണ്ണെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ഫണ്ണിൻ്റെ കൂടെ ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ്. കാരണം അത്രയ്ക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇവർ. ക്ലൈമാക്സ് പോർഷനൊക്കെ എത്തുമ്പോഴത്തേനും നമുക്ക് ആ ഒരു കഥയുടെ ഇൻറ്റൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ക്ലൈമാക്സ് വരെ ഇരുന്നേ പറ്റത്തുള്ളൂ. അതുവരെ നമുക്ക് യാതൊരു രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പടമാണ്.